ആലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ കവർച്ചാ കേസിലേക്കാണ് പ്രതി മലയാളി തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. പ്രതി സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ച നടന്ന 3-ാം ദിനവും പ്രതിയെ പിടികൂടാനായില്ല. സൂരജ് സജിയുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഇനി അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? പോലീസിന് എന്ത് വിവരമാണ് ഇപ്പോൾ പ്രതിയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ളത്? കീർത്തന, ഈ മലയാളി തന്നെയാണ് എന്ന കണ്ടെത്തൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ഏറെ നിർണായകമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതി അവിടെ എത്തി മോഷണം നടത്തുന്ന സമയത്ത് ഹിന്ദിയായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നീട് ഈ ഇതര സംസ്ഥാനക്കാരനാണോ ഈ പ്രതി എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു, മലയാളിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ നിർണായകമായ ചില CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ വാഹന പരിശോധന, ഈ നമ്പർ പരിശോധനയിലാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന നമ്പറുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതി സഞ്ചരിച്ചിരുന്ന പാതയെക്കുറിച്ചും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം കടന്നുപോയ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തേക്കും, അതായത് പാലക്കാട്, അതോടൊപ്പം മലപ്പുറം ജില്ലകളിൽ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സോർട്ട് ഔട്ട് കൂടി നടന്നു വരികയാണ്. അതുകൂടി പൂർത്തിയായാൽ പ്രതിയിലേക്ക് എത്തുന്ന ചില സൂചനകൾ ലഭിച്ചേക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇന്ന് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 അംഗങ്ങളെ കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. അത് നേരത്തെയും ഈ സമാനമായ കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ള 7 ഉദ്യോഗസ്ഥരെ കൂടിയാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗമടക്കം ചേരുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളടക്കം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ പ്രതി പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്ന പ്രതീക്ഷ. കീർത്തന. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കവർച്ചയിൽ മലയാളിയാണ് പ്രതി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണല്ലേ പോലീസ്. ദിവസം 3 പ്രതി ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്